ഹായ്, ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? കുറച്ച് എണ്ണ വീട്ടാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടിയാലും കുഴപ്പമില്ല, എനിക്ക് നെയ്യ് കൂടണ ഭയങ്കര ഇഷ്ടമാണ്. ചില കൊളസ്ട്രോളൊക്കെ ഉള്ളവർ നെയ്യ് കുറച്ചെടുത്താലും മതി. എനിക്ക് നെയ്യ് ഇഷ്ടമാണ് കൂടിയിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് കട്ട പിടിച്ചു പോയി. പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പട്ടയൊന്നും ഞാൻ ഇടത്തില്ല. അതൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കഴിക്കുമ്പം കടി പറ്റുമ്പം ബിരിയാണിയെ വെറുത്തു പോവും. സവാള ഇട്ട് കൊടുക്കും. എല്ലാവരും അറിയുന്ന ബിരിയാണി തന്നെയാണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കുന്നത് പോലത്തെ ടേസ്റ്റൊക്കെ എനിക്ക് ടേസ്റ്റുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വശക്കാം. ഇതിത്രയും നീണ്ടു പോണത് പുതിയതായിട്ട് ചെയ്യുന്നവരറിയണ്ടേ ഇത്ര സമയം എടുത്ത് വശക്കണമെന്ന്. ക്യാരറ്റ്, ബീൻസ്, പുതിനയില, മല്ലിയില ഒന്നിച്ചിട്ട് കൊടുക്കുക. പച്ചമുളക് പിന്നെ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ക്യാരറ്റ്, ബീൻസ്, തക്കാളി, പുതിനയില, മല്ലിയില. അതിൻ്റെ ആ പുതിന ഇലയ്ക്കൊരു പച്ച, അതിൻ്റെ മണം മാറാനാണ് ഒന്നിച്ചിട്ട് കൊടുക്കണം. ഇത്രയും നീണ്ടു പോണ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ്. എല്ലാവർക്കും അറിയാം. ആ എണ്ണയിൽ നെയ്യിലും കിടന്ന് നല്ല വശന്ന് വെള്ളം വീഴ്ത്തിയാൽ അത് അവിഞ്ഞു പോവും. അവിച്ച് വെച്ചതുപോലെ ഇരിക്കും. വെള്ളം നമുക്ക് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകി വീഴ്ത്താം. വെളുത്തുള്ളിയുടെ, ഇഞ്ചിയുടെ, പച്ചമുളകിൻ്റെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ടേബിൾ സ്പൂൺ വേണ്ട, ടീസ്പൂൺ മതി. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചിക്കൻ പൊടി. ചിക്കൻ മസാല ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കുക. ചോറിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. ഈ മലക്കറിക്ക് മാത്രമുള്ള ഉപ്പാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് തൈര് വീറ്റി കൊടുക്കാം. കുറച്ച് മതി. തക്കാളിയുടെ പുളിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിത് പുളിക്കത്തില്ല, പുളിപ്പുണ്ടാവില്ല. ചോറിൽ പുളിപ്പുണ്ടാകത്തില്ല. ഇതിൻ്റെ എണ്ണ തെളിയും വരെ ഒന്ന് വശക്കാം. കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ്. ഇത് മിക്സിയുടെ ജാറ് കഴുകി ഇച്ചിരി വെള്ളം വീഴ്ത്തിയതാണ്. ഒത്തിരി വെള്ളമൊന്നും വീഴ്ത്തിയില്ല. കുറച്ച് കടുകടാന്ന് ഇരിക്കുന്നത് ഇഷ്ടമാണ്. ക്യാരറ്റ്, ബീൻസൊക്കെ കുഴഞ്ഞു പോയ കൊള്ളത്തില്ല.
കുറച്ചുകൂടി നെയ്യ് വീഴ്ത്തി കൊടുക്കാം. നല്ല എണ്ണ തെളിയിട്ട് വെന്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ. ചോറിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് വേവിച്ച ചോറാണ്. അതിനകത്ത് ഏലക്ക, ബീൻസ്, മറ്റേ എന്തോ പട്ട, അതൊന്നും ഇട്ടിട്ടില്ല. വെറുതെ ഉപ്പിട്ട് വേവിച്ചത്. മുന്നേ ഞാൻ ഏലക്ക എല്ലാം വെള്ളത്തിലിട്ട് വേവിക്കും. പക്ഷെ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പം കൊള്ളത്തില്ല. ഓരോരുത്തർക്കും ഓരോ ശീലം. ആ ചോറ് നല്ല തെറുതെറായിരിക്കുന്നു, കട്ട പിടിച്ചിട്ടില്ല. കുറച്ചുകൂടി നെയ്യിട്ട് കൊടുക്കാമായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല കട്ടി പിടിച്ചു പോയി. അത്രയും വീണു. ഇത് എടുത്ത് മാറ്റിയിട്ട് കാര്യമില്ല, ചോറൊക്കെ ആയല്ല അല്ലേ. കുറച്ച് കഴിഞ്ഞിടാം, ചോറൊന്ന് ഇളക്കിയിട്ടിടാം. നെയ്യില്ലാതെ ഒരു കാര്യവുമില്ല. നെയ്യ് കൂടുതലിടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കഴിച്ച് തീർന്നിട്ട് കയ്യിലൊക്കെ ആ നെയ്യിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല തെറുതെറാ കിടക്കുന്നു. പാത്രത്തിൽ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഈ പാത്രത്തിലേ കോരത്തുള്ളൂ. എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എപ്പോൾ വീഡിയോ എടുത്താലും കാണാം, ഈ പാത്രത്തിലേ ഞാൻ ചോറ് കഴിക്കത്തുള്ളൂ. കുറച്ച് സാലഡ് വയ്ക്കും. ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, തൈര്. ഞാൻ പ്യുവർ വെജാണ്. എന്താ പറഞ്ഞാൽ വീട്ടിൽ ചിക്കൻ വയ്ക്കും, മീൻ കറി വയ്ക്കും, എല്ലാം ചെയ്യും. ഇതെനിക്ക് കഴിക്കാൻ എടുക്കണതാണ്. അച്ചാറെടുക്കാം. ഈ പച്ചമുളകൊക്കെ എരിക്ക് വേണ്ടി ഇടുന്നതാണ്. എനിക്ക് എരി ഭയങ്കര ഇഷ്ടമാണ്.